ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കിവിടെ ചായക്ക് റവയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് റവ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് 2 സവാളയും 1 ക്യാരറ്റും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് കേട്ടോ. അപ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായ ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ചൂടോട് കൂടിയിട്ട് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ റവയ്ക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് റവ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് കുറച്ച് വെള്ളം മാത്രം മതി. അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വയ്ക്കുമ്പോൾ തീ ഒന്ന് മീഡിയത്തിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. നല്ല തിള വന്നു കേട്ടോ. തിള വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചതുകൊണ്ട് എനിക്കപ്പോൾ ഇളക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റവ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വെള്ളം വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ സ്വാദ് കൂടാൻ വേണ്ടിയിട്ട് തേങ്ങ ഉണ്ടല്ലോ ചേർക്കുന്നുണ്ട്. കുറച്ചധികം തേങ്ങ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ റവയ്ക്ക്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. കുറച്ചധികം തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. റവയുടെ എല്ലാ ഭാഗത്തും തേങ്ങ എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി റവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് റവ തയ്യാറാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.